തമിഴ്നാട്ടിലെ ഉള്ളണ്ടൂർപേട്ടിനടുത്ത് മനുഷ്യ സമാന മുഖമുള്ള ഒരു ആട്ടിൻകുട്ടി, വിചിത്ര ആകൃതിയിലുള്ള ആട്ടിൻകുട്ടിയുടെ ജനനം വരാനിരിക്കുന്ന ഒരു ദുരന്തത്തിന്റെ സൂചനയായിരിക്കാമെന്ന ഭയത്തിലാണ് ഗ്രാമവാസികൾ. അംഗവൈകല്യത്തോടെ ജനിച്ച ഒരു ആട്ടിൻകുട്ടിയുടെ വാർത്തയായത്. ഈ വാർത്തയുടെ അടിയിൽ വന്ന കമൻറ്റുകൾ വായിച്ച് ശരിക്കും ചിരിച്ച് ചത്തു എന്ന് തന്നെ പറയാം. മലയാളികളുടെ കമൻറ്റുകൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ വരുന്ന വീഡിയോകളേക്കാൾ രസകരം അതിന് താഴെ വരുന്ന കമൻറ്റുകളാണ്. കമൻറ്റുകൾ വായിക്കാനാണ് കുറച്ചുകൂടി ആ വീഡിയോ കാണുന്നതിനേക്കാൾ കൂടുതൽ രസകരമായിട്ടുണ്ടാവുക. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് കമൻറ്റുകൾ ഞാനിവിടെ വായിക്കാം. അപ്പോൾ അതിന് മുന്നേ ആ ആട്ടിൻകുട്ടിയെ ഒന്ന് കാണാം. തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ചി ജില്ലയിലെ ഉളുണ്ടൂർപേട്ടിനടുത്ത മനുഷ്യ സമാന മുഖമുള്ള ഒരു ആട്ടിൻകുട്ടി. സെന്തമംഗലം ഗ്രാമത്തിലെ ആനന്ദ് എന്നയാൾ ആടുകളെയും കന്നുകാലികളെയും വളർത്തുന്നുണ്ട്. അടുത്തിടെ അദ്ദേഹത്തിന്റെ ആടുകളിലൊന്ന് 2 ആട്ടിൻകുട്ടികൾക്ക് ജന്മം നൽകി. അവയിൽ ഒന്നിനാണ് അസാധാരണ രൂപമുള്ളത്. മനുഷ്യ സമാനമായ മുഖവും കരടിയുടേതിന് സമാനമായ കട്ടിയുള്ള രോമങ്ങളോടെയുമാണ് ഈ ആട്ടിൻകുട്ടി ജനിച്ചത്. നിരവധി ആളുകളാണ് ഈ ആട്ടിൻകുട്ടിയെ കാണാൻ ഗ്രാമത്തിലെത്തിയത്. പക്ഷേ ഈ ആട്ടിൻകുട്ടി അതിജീവിച്ചിട്ടില്ല. ഇത്തരം വിചിത്രമായ ആകൃതിയിലുള്ള ആട്ടിൻകുട്ടിയുടെ ജനനം വരാനിരിക്കുന്ന ഒരു ദുരന്തത്തിന്റെ സൂചനയായിരിക്കാമെന്നാണ് പലരും പറയുന്നത്. ഇതിനാൽ തന്നെ ഗ്രാമവാസികൾ പരിഭ്രാന്തിയിലാണ്. മനുഷ്യ സമാനമായ രൂപത്തോടെ ആടുകൾ ജനിക്കുന്നത് ഇതാദ്യമല്ല. പല സ്ഥലങ്ങളിലും കന്നുകാലികൾ ഇത്തരം വിചിത്രമായ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയിട്ടുണ്ട്. അടുത്തിടെ പശ്ചിമ ബംഗാളിലെ ബർധമാൻ ജില്ലയിൽ ഒരു വിചിത്രമായ പശുക്കിടാവ് ജനിച്ചിരുന്നു. ആ പശുക്കിടാവ് 4 മാസം മാത്രമേ അതിജീവിച്ചിട്ടുള്ളൂ. പക്ഷേ നാട്ടുകാർ അതിനെ ആരാധിച്ചിരുന്നു. വൈകൃതമായ മൃഗങ്ങൾ ദൈവത്തിന്റെ പ്രതീകങ്ങളായി ചിലർ കാണുന്നുണ്ട്. മിക്ക കേസുകളിലും വൈകല്യങ്ങളോടെ ജനിക്കുന്ന മൃഗങ്ങൾ അതിജീവിക്കാറില്ല. പലപ്പോഴും വളർത്തു മൃഗങ്ങൾ അംഗവൈകല്യത്തോടെ ജനിക്കുമ്പോൾ ആളുകൾ 2 തരത്തിൽ ഇതിനെ കാണാം. ഒന്ന് അതിനെ വിശ്വാസങ്ങളായിട്ട് കൂട്ടിച്ചേർക്കും, മറ്റൊന്ന് ആ മെഡിക്കൽ പരമായിട്ടും കാണും. ചില ആളുകൾ അത് ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞ് അന്ധവിശ്വാസമായിട്ട് കൂട്ടിച്ചേർക്കും, അല്ലെങ്കിൽ അതൊരു ദുരന്തം വരുന്നതിൻ്റെ ലക്ഷണമാണെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വിശ്വാസമായിട്ട് കൂട്ടിക്കെട്ടും. അപ്പോൾ അതിൽ ഈ ആട്ടിൻകുട്ടി അംഗവൈകല്യത്തോടെ പിറന്നത് ഒരു ദുരന്തം വരുന്ന ലക്ഷണം എന്നാണ് ആ പ്രദേശത്തുകാർ വിശ്വസിക്കുന്നത്. എന്നാൽ മലയാളികൾ അതിനെ ഒരു വ്യത്യസ്തമായ രീതിയിലാണ് കാണുക. അപ്പോൾ ഇത്തരം ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടും അതിന് താഴെ മലയാളികളുടെ ആ ഒരു കമൻറ്റുകളിലൂടെ നമുക്ക് മനസ്സിലാവും അന്ധവിശ്വാസങ്ങൾക്ക് എതിരെ, അതായത് യാഥാർത്ഥ്യങ്ങളെ അതിനൊരു തമാശ രൂപേണ ഉള്ള കമൻറ്റുകൾ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ കുറച്ച് കമൻറ്റുകളൊന്ന് വായിക്കാം. ഇത് കണ്ട് പേടിക്കുന്നവരോട് കമൻറ്റ് ബോക്സ് ഒന്ന് വായിച്ചു നോക്കൂ, എല്ലാ പേടിയും മാറും. അതായത് ഈ വരാനിരിക്കുന്ന ദുരന്തം എന്നൊക്കെ പറഞ്ഞ് വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ അപ്പോൾ അത് പേടിക്കുന്ന ആ ദുരന്തത്തെ പേടിയുള്ള ആൾക്കാർ ഈ കമൻറ്റുകളൊന്ന് വായിച്ചു നോക്കിയാൽ പേടിയൊക്കെ മാറും എന്നാണ് കമൻറ്റിട്ട ആൾ പറഞ്ഞിരിക്കുന്നത്. ബാക്കി കമൻറ്റ്, ഇത് മറ്റേത് തന്നെ, പിന്നെ ഇത് അവിഹിതം ആണ്, ഈ ലേ പാണ്ടി ഒന്നുറക്കെ കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ. സിനിമയിലെ മമ്മൂട്ടിയുടെ സിനിമയിലെ സോമൻ്റെ ഡയലോഗ് കുറിച്ചിരിക്കുന്നു. പിന്നെ യാരടാ പണി വെച്ചിരിക്കേ എന്നൊരു കമൻ്റ് ഉണ്ട്. കള്ളപ്പാണ്ടി ഈ കരിമ്പാറ മക്കൾ പണി പറ്റിച്ച് കാണും. ആ നിൽക്കുന്ന കിളവനെ പിടിച്ച് ഒന്ന് പൊട്ടിച്ചാൽ സത്യം വെളിയിൽ വരും. വരാനിരിക്കുന്ന ദുരന്തവുമല്ല, അതുവഴി പോയ ഏതോ ഒരു ദുരന്തം ആടിൻ്റെ ദേഹത്ത് കയറി പണിതതിൻ്റെയാണ് അംഗവൈകല്യം വന്ന്. ഇതിൽ നിന്ന് വ്യത്യസ്തമായ കമൻറ്റുകളുമുണ്ട്. അതിൽ ഒന്ന്, മനുഷ്യൻ പല രൂപത്തിൽ ജനിക്കുന്നു. തല തിരിഞ്ഞും തലച്ചോറിൽ ഹൃദയം വരെ ആയി ജനിക്കുന്നുണ്ട്. മനുഷ്യരിൽ വിചിത്ര രൂപത്തിൽ ജനിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെയാണ് ഇതും. ഇവ അധിക നാൾ ജീവിച്ചിരിക്കില്ല. ലൈഫ് സ്പാൻ വെറും ദിവസങ്ങൾ മാത്രം. ശരിക്കും പറഞ്ഞാൽ അതാണ് യാഥാർത്ഥ്യം. ബാക്കി കമൻറ്റുകളൊക്കെ ഓരോരുത്തരുടെ ഹ്യൂമറിനനുസരിച്ച് ഇടുന്നു. ഇതൊന്നും കൂടാതെ ചിലർ അവരുടെ കൂട്ടുകാരെ മെൻഷൻ ചെയ്തിട്ട് ഇതിന് ഉത്തരവാദി നീയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ DNA ടെസ്റ്റ് നടത്തണം എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട്. എന്തായാലും ഇങ്ങനത്തെ കമൻറ്റുകളിലൂടെ മലയാളികളുടെ ഹ്യൂമർ, അല്ലെങ്കിൽ ഈ അംഗവൈകല്യത്തോടെ ജനിക്കുന്നതിന് അന്ധവിശ്വാസത്തിനോട് കൂട്ടിക്കെട്ടാതെ
അതിനെ അതിൻ്റെതായ രീതിയിൽ തമാശ രീതിയിലും പിന്നെ അത് ഏത് രീതിയിൽ എടുക്കണം എന്നുള്ളത് മലയാളികൾക്ക് നന്നായി അറിയാം. അതിൻ്റെ എന്തായാലും അന്ധവിശ്വാസത്തെ അംഗീകരിക്കുന്നില്ല, അതിൻ്റെ 100% തെളിവാണ് ഈ കമൻറ്റ് ബോക്സ്.